നഗരത്തിലെ ജനങ്ങളുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം പാർട്ടിക്ക് ധനാഗമന മാർഗമായി അത് മാറ്റിയെടുക്കുകയാണ്. വർഷം പുതിയ പുതിയ പദ്ധതി ഉണ്ടാക്കി അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനും അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു ചാകരയായി അവർ കാണുകയാണ്. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്കറിയാം, ഹംഗറിയിൽ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്തുമാത്രം ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ പറയുന്നത് ഓരോ സിസ്റ്റമായി മാലിന്യങ്ങൾ മാറ്റും. അതൊന്നും വേണ്ട, സ്രോതസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും വന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ടെക്നോളജി ഇന്ന് ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ചണ്ഡീഗഡ്, നേരത്തെ പറഞ്ഞ നമ്മുടെ പല നഗര കേന്ദ്രങ്ങളിൽ, നാഗ്പൂർ ഉൾപ്പെടെയുള്ള പല നഗര കേന്ദ്രങ്ങളിലും അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. വൈഷുട്ടിന് കോഴിക്കോട്. ഞങ്ങളിവിടെ ഒരു കാര്യം തോന്നി, 2 നേരവും നഗരം വൃത്തിയാക്കാനുള്ള തീരുമാനമാണ് ഞങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ, ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ വീട്ടിൽ നിന്നും പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അത് സംസ്കരണത്തിലേക്ക് നേരിട്ടയക്കുന്ന രീതി മുന്നോട്ട് പോകും. അത് തീരദേശത്തായാലും ഈ പുഴയോരത്തായാലും അതുപോലെ നമ്മുടെ വാണിജ്യ കേന്ദ്രങ്ങളിലാണെങ്കിലും എല്ലാ ഇടങ്ങളിലും നമ്മുടെ ഒരു കണ്ണ് മുന്നോട്ട് പോകും. ഒരു കാര്യം, ഭരണാധികാരിയുടെ ഇച്ഛാശക്തിക്കനുസരിച്ചാണ് ഒരു നഗരത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും ഒക്കെ പുരോഗതി. മാലിന്യ സംസ്കരണം കോഴിക്കോട് എല്ലാ കാലവും മലിനമായി കിടക്കുന്ന കോഴിക്കോടിനെ അത് നല്ല വൃത്തിയുള്ളതും ശുചിയുള്ളതും ആരോഗ്യ പരിപാലനത്തിന് പറ്റുന്ന നഗരമാക്കി കോഴിക്കോട് നഗരം മാറ്റണം.